നമസ്കാരം. പുതിയൊരു ജോലി സംബന്ധ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കുന്നത് ഇന്ത്യൻ നേവിയിലേക്കുള്ള സിവിലിയൻ പോസ്റ്റുകളുടെ വേക്കൻസി വന്നിട്ടുണ്ട്. പെർമനൻറ്റ് പോസ്റ്റുകളാണ്. പുരുഷന്മാർക്കും സ്ത്രീകൾക്കും ഒക്കെ അപേക്ഷിക്കാൻ പറ്റുന്നതാണ്. കേരളത്തിലും ഈ വേക്കൻസീസ് ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസാണ് നമ്മൾ ഈ വീഡിയോയിൽ നോക്കുന്നത്. MTS, കുക്ക്, ഫയർമാൻ, ഫയർ എഞ്ചിൻ ഡ്രൈവർ, ചാർജ്മാൻ, സയൻറ്റിഫിക് അസിസ്റ്റൻറ്റ് തുടങ്ങി പല പോസ്റ്റുകളിലേക്കാണ് വിളിച്ചിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസാണ് നമ്മൾ ഈ വീഡിയോയിൽ നോക്കുന്നത്. അപ്പോൾ ഇന്ത്യൻ നേവി സിവിലിയൻ എൻട്രൻസ് ടെസ്റ്റ് NCET 1/2024 അതാണ് ഈ നോട്ടിഫിക്കേഷൻ വന്നിട്ടുള്ളത്. അപ്പോൾ ആദ്യം നമുക്ക് സദേൺ നേവൽ കമാൻഡിലേക്ക് വന്നിട്ടുള്ള മൾട്ടി ടാസ്കിംഗ് സ്റ്റാഫ് മിനിസ്റ്റീരിയൽ വേക്കൻസി നമുക്ക് നോക്കാം. MTS സദേൺ നേവൽ കമാൻഡ് എന്ന് പറഞ്ഞാൽ കൊച്ചി ആസ്ഥാനമായി പ്രവർത്തിക്കുന്നതാണ്. അതിൻ്റെ അണ്ടറിലാണ് നമ്മൾ ഏഴിമല, കണ്ണൂരിലുള്ള ഏഴിമലയെല്ലാം സദേൺ നേവൽ കമാൻഡിൻ്റെ അണ്ടറിലേക്കാണ്. അപ്പോൾ അവിടേക്കുള്ള വേക്കൻസീസ് ഒക്കെ ഇതിലാണ് വരുന്നത്. MTSൻ്റെ 16 വേക്കൻസീസാണ് പറഞ്ഞിട്ടുള്ളത്. UR 11 വേക്കൻസി, SC 1, ST 1, OBC 1, EWS 2, എക്സ് സർവീസ്മെന് ഒരു വേക്കൻസി ഉണ്ട്. അതുപോലെ തന്നെ PWD ഡിസേബിൾഡ് കാൻഡിഡേറ്റ്സിനും 2 വേക്കൻസി ഉണ്ട്. ഇതിൻ്റെ സാലറി വരുന്നത് ബേസിക് പേ വരുന്നത് 18,000 രൂപയാണ്. ഏകദേശം സാലറി നിങ്ങൾക്ക് അറൗണ്ട് 30,000, 30,000 സാലറി കിട്ടുന്നതായിരിക്കും. DA HR എല്ലാം കൂട്ടി. അപ്പോൾ ഇത് ഗ്രൂപ്പ് സിയിൽ വരുന്നതാണ്. സെൻട്രൽ ഗവൺമെൻറ് 60 വയസ്സ് വരെ നിങ്ങൾക്ക് ജോലി ചെയ്യാവുന്നതാണ്. ഭാവിയിൽ നിങ്ങൾക്ക് MTS പ്രൊമോഷനൊക്കെ ആയിട്ട് LD ക്ലർക്ക് അങ്ങനെ പ്രൊമോഷനായിട്ടും പോകാവുന്നതാണ്. അപ്പോൾ ഈ ഒരു വേക്കൻസി മെയിനായിട്ട് സദേൺ നേവൽ കമാൻഡ് അണ്ടറിൽ വരുന്ന സ്ഥലങ്ങളിലാണ്. കേരളത്തിലും ഇതിൻ്റെ വേക്കൻസീസ് വരും. വേറൊരു പോസ്റ്റ് വന്നിരിക്കുന്നത് ചാർജ്മാൻ്റെ വേക്കൻസിയാണ്. ചാർജ്മാൻ്റെ ഒരു വേക്കൻസി ഉണ്ട്. അതുപോലെ തന്നെ സയൻറ്റിഫിക് അസിസ്റ്റൻറ്റ് വരുന്നുണ്ട്. ഇതിൻ്റെയൊക്കെ ക്വാളിഫിക്കേഷൻ നമുക്ക് നോക്കാം. അതുപോലെ തന്നെ ഫയർമാനിന് അത്യാവശ്യം നല്ല വേക്കൻസി വന്നിട്ടുണ്ട്. 444 വേക്കൻസീസ് ഫയർമാൻ മാത്രം വന്നിട്ടുണ്ട്. അതിൽ തന്നെ സദേൺ നേവൽ കമാൻഡ് 60 വേക്കൻസി ഉണ്ട്. ഫയർ എഞ്ചിൻ ഡ്രൈവറിൻ്റെ 58 വേക്കൻസീസാണ് വന്നിട്ടുള്ളത്. അതുപോലെ നമ്മുടെ പെസ്റ്റ് കൺട്രോൾ വർക്കറിൻ്റെ 18 വേക്കൻസി ഉണ്ട്. കുക്കിൻ്റെ 9 വേക്കൻസീസും ഉണ്ട്. അപ്പോൾ ഇത്രയുമാണ് ഇതിൻ്റെ വേക്കൻസീസ് വന്നിട്ടുള്ളത്. ഇനി ഓരോന്നിനും വേണ്ട ക്വാളിഫിക്കേഷൻ നമുക്ക് നോക്കാം. അപ്പം നമ്മൾ ആദ്യം നോക്കിയ മൾട്ടി ടാസ്കിംഗ് സ്റ്റാഫ് MTSന് വേണ്ട ക്വാളിഫിക്കേഷൻ പറഞ്ഞ് 10th ആണ്. മെട്രിക്കുലേഷൻ അല്ലെങ്കിൽ ITI. ഇപ്പോൾ 10ാം ക്ലാസ് കഴിഞ്ഞ് ആർക്കും അപേക്ഷിക്കാവുന്നതാണ്. മെയിൽ കാൻഡിഡേറ്റ്സിനും ഫീമെയിൽ കാൻഡിഡേറ്റ്സിനും അപ്ലൈ ചെയ്യാവുന്നതാണ്. ഇനി കുക്കാണ് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യണമെങ്കിൽ മെട്രിക്കുലേഷൻ വിത്ത് 1 ഇയർ എക്സ്പീരിയൻസ് ആണ്. 10th ഒരു വർഷത്തെ കുക്കായിട്ടുള്ള എക്സ്പീരിയൻസും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അപേക്ഷിക്കാവുന്നതാണ്. പെസ്റ്റ് കൺട്രോൾ വർക്കറിനും 10ാം ക്ലാസ്സാണ് വേക്കൻസി. അത്യാവശ്യം നിങ്ങൾക്ക് മസ്റ്റ് ഹാവ് നോളജ് ഓഫ് ഹിന്ദി ഓർ റീജിയണൽ ലാംഗ്വേജ് നിങ്ങൾക്ക് മലയാളം അറിയെങ്കിൽ നിങ്ങൾക്ക് ഇതിന് അപ്ലൈ ചെയ്യാവുന്നതാണ്. പെസ്റ്റ് കൺട്രോൾ വർക്കർ എന്ന് പറഞ്ഞ വേക്കൻസി. അതും ടോട്ടൽ 18 വേക്കൻസീസ് നിലവിലുണ്ട് പെസ്റ്റ് കൺട്രോൾ വർക്കറിൻ്റെ. അത് സദേൺ നേവൽ കമാൻഡിലും വേക്കൻസി വന്നിട്ടുണ്ട്. നേവിയിലുള്ള എല്ലാ കമാൻഡിലേക്കും കൂടിയുള്ള വേക്കൻസീസാണ് ഇത് വന്നിട്ടുള്ളത്. അതിൽ സദേൺ നേവൽ കമാൻഡിൻ്റെ അണ്ടറിലാണ് കേരളത്തിൽ വേക്കൻസി വരിക. അതുപോലെ ട്രേഡ്സ്മാൻ മെയ്റ്റ് എന്ന് പറഞ്ഞ വേക്കൻസി ഉണ്ട്. 10th പാസും ITI നിങ്ങൾ ട്രേഡും കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഫയർ എഞ്ചിൻ ഡ്രൈവർ 12th പാസ്സാണ്. ഇതിന് ഹെവി മോട്ടോർ വെഹിക്കിൾ ലൈസൻസും വേണം. പിന്നെ ഇതിന് കുറച്ച് ഫിസിക്കൽ ടെസ്റ്റോ എൻഡ്യൂറൻസ് ടെസ്റ്റോ ഉണ്ടാകുന്നതായിരിക്കും. ഫയർമാൻ 12th പാസ്സാണ്. അതുപോലെ തന്നെ എലിമെൻ്ററി ഓർ ബേസിക് ഓർ ആക്സിലറി ഫയർ ഫൈറ്റിംഗ് കോഴ്സും കൂടി നിങ്ങൾ കഴിഞ്ഞിട്ടുണ്ടായിരിക്കണം. പിന്നെ വേണ്ട ഒരു പോസ്റ്റ് വരുന്നത് ഡ്രാഫ്റ്റ്സ്മാൻ ആണ്. അതും 10th ആണ് ഇതിന് വേണ്ട ക്വാളിഫിക്കേഷൻ. കൂടാതെ ഡ്രാഫ്റ്റ്സ്മാനിൽ നിങ്ങൾ സർട്ടിഫിക്കറ്റും ഉണ്ടായിരിക്കണം. സയൻറ്റിഫിക് അസിസ്റ്റൻ്റ് എന്ന് പറഞ്ഞ പോസ്റ്റ് വരുന്നത് BSc ഡിഗ്രി ഇൻ ഫിസിക്സ് അല്ലെങ്കിൽ കെമിസ്ട്രി അല്ലെങ്കിൽ ഓഷ്യോണോഗ്രാഫി വിത്ത് 2 ഇയർ എക്സ്പീരിയൻസും ആവശ്യമുണ്ട്. ചാർജ്മാൻ ആണെങ്കിൽ ഡിപ്ലോമ ഇൻ മെക്കാനിക്കൽ, ഇലക്ട്രിക്കൽ ഓർ ഇലക്ട്രോണിക്സ് ആണ്. 2 വർഷത്തെ എക്സ്പീരിയൻസും വേണം. പിന്നെ വന്നിട്ടുള്ള വേക്കൻസി വന്നത് ചാർജ്മാൻ അമ്യൂണിഷനാണ്. വർക്ക്ഷോപ്പിൽ BSc വിത്ത് ഫിസിക്സ് ഓർ കെമിസ്ട്രി ഓർ മാത്സ്. അപ്പം BScയിൽ ഫിസിക്സോ കെമിസ്ട്രിയോ മാത്സോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിന് അപേക്ഷിക്കാം. ചാർജ് അമ്യൂണിഷൻ വർക്ക്ഷോപ്പ്. ചാർജ്മാൻ ഫാക്ടറിക്കും BSc ഫിസിക്സ് കെമിസ്ട്രി മാത്സ് ഏതെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. ചാർജ്മാൻ ഇത് രണ്ടിനും എക്സ്പീരിയൻസ് ആവശ്യമില്ല. ചാർജ്മാൻ അമ്യൂണിഷനും ചാർജ്മാൻ വർക്ക്ഷോപ്പിനും. ചാർജ്മാൻ അമ്യൂണിഷൻ വർക്ക്ഷോപ്പിന് ഒരു വേക്കൻസിയാണ്. ചാർജ്മാൻ ഫാക്ടറിൻ്റെ 10 വേക്കൻസീസും ഉണ്ട്. ഇനി ഇതിന് വേണ്ട ക്വാളിഫിക്കേഷൻസ് ആണ് നമ്മളിപ്പോൾ നോക്കിയത്. ഇനി ഏജ് ലിമിറ്റ് നോക്കുകയാണെങ്കിൽ MTS പോസ്റ്റിന് 18 മുതൽ 25 വയസ്സ് വരെയുള്ളവർക്ക് അപേക്ഷിക്കാവുന്നതാണ്. ഇത് കൂടാതെ OBC നിങ്ങൾ നോൺ ക്രിമിനൽ ആണെങ്കിൽ 3 വർഷത്തെ വയസ്സിലും SC ST ആണെങ്കിൽ 5 വർഷത്തെ വയസ്സിലും ലഭിക്കും. അതുപോലെ തന്നെ ഡിസേബിൾഡ് കാൻഡിഡേറ്റ്സിനും എക്സ് സർവീസ്മെനൊക്കെ അവരുടേതായ വയസ്സിലും ലഭിക്കുന്നതായിരിക്കും. MTS കുക്ക്, ട്രേഡ്സ്മാൻ മെയ്റ്റ്, പെസ്റ്റ് കൺട്രോൾ വർക്കർ ഇതെല്ലാം 18 മുതൽ 25 വയസ്സാണ്. ഫയർ എഞ്ചിൻ ഡ്രൈവർ, ഫയർമാൻ 18 മുതൽ 27 വയസ്സ്, ഡ്രാഫ്റ്റ്മാൻ 18 മുതൽ 25, സയൻറ്റിഫിക് അസിസ്റ്റൻറ്റ് അല്ലെങ്കിൽ ചാർജ്മാൻ 30 വയസ്സ് വരെയുള്ളവർക്ക് അപേക്ഷിക്കാം. ചാർജ്മാൻ അമ്യൂണിഷൻ വർക്ക്ഷോപ്പ്, ചാർജ്മാൻ ഫാക്ടറി 18 മുതൽ 25 വയസ്സ് വരെയുള്ളവർക്ക് അപേക്ഷിക്കാവുന്നതാണ്. എക്സാമിനേഷൻ ഫീസ് വരുന്നത് 295 രൂപയാണ് നിങ്ങൾക്ക് എക്സാമിന് അപ്ലൈ ചെയ്യാനുള്ള ഫീസ് വരുന്നത്. വുമൺ കാൻഡിഡേറ്റ്സിന് അപ്ലിക്കേഷൻ ഫീസ് ഇല്ല. അപ്പോൾ ഫീമെയിൽ കാൻഡിഡേറ്റ്സ് നിങ്ങൾ അപ്ലിക്കേഷൻ ഫീസ് ചെയ്യേണ്ട. അതുകൂടാതെ തന്നെ SC ST കാൻഡിഡേറ്റ്സിനും അപ്ലിക്കേഷൻ ഫീസ് ഇല്ല. എക്സ് സർവീസ്മെനും PWD കാൻഡിഡേറ്റ്സിനും അപ്ലിക്കേഷൻ ഫീസ് ഇല്ല. ബാക്കിയുള്ള ജനറൽ OBC മെയിൽ കാൻഡിഡേറ്റ്സിനാണ് ഈ 295 രൂപ അപ്ലിക്കേഷൻ ഫീസായിട്ട് വരുന്നത്. എക്സാമിനേഷൻ സിറ്റീസ് ഭാവിയിൽ പറയുന്നതായിരിക്കും. എന്തായാലും കേരളത്തിൽ ഒരു എക്സാമിനേഷൻ സെൻറ്റർ ഉണ്ടാകുന്നതായിരിക്കും.
നിങ്ങൾക്ക് ഒന്നിൽ കൂടുതൽ പോസ്റ്റുകൾക്ക് നിങ്ങൾ അപേക്ഷിക്കാവുന്നതാണ്. ബട്ട് നിങ്ങൾ സെപ്പറേറ്റ് ആയിട്ട് തന്നെ അപ്ലൈ ചെയ്യേണ്ടി വരും. അപ്പം സെപ്പറേറ്റ് ആയിട്ട് തന്നെ ഫീസും എല്ലാം കൊടുക്കേണ്ടതായിരിക്കും. ഓൺലൈൻ എക്സാമിനേഷൻ ആയിരിക്കും. എക്സാമിനേഷൻ സ്കീം എന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷിലും ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ടാകുന്നതായിരിക്കും, ഹിന്ദിയിലും ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ടായിരിക്കുന്നതായിരിക്കും. നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം ഏത് ഭാഷ വേണമെന്ന്. ഇംഗ്ലീഷിലാണെങ്കിൽ ക്വസ്റ്റ്യൻ പേപ്പർ സെലക്ട് ചെയ്തതിനു ശേഷം നിങ്ങൾക്ക് ഇതിൻ്റെ സിലബസ് വരുന്നത് ജനറൽ ഇൻ്റലിജൻസിൻ്റെ 25 ക്വസ്റ്റ്യൻ, ജനറൽ അവയർനെസ് 25 ക്വസ്റ്റ്യൻ, ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് 25 ക്വസ്റ്റ്യൻ, ഇംഗ്ലീഷ് ലാംഗ്വേജ് 25 ക്വസ്റ്റ്യൻ. അങ്ങനെ ടോട്ടൽ 100 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ആയിരിക്കും. 100 മാർക്കിനായിരിക്കും. 90 മിനിറ്റാണ് എക്സാം ഉണ്ടാവുക. അപ്പോൾ ഇതെല്ലാം നിങ്ങൾ SSC MTS പ്രിപ്പയർ ചെയ്യുന്നവരുണ്ടെങ്കിൽ, SSC എക്സാമിന് CGL MTS CHSL എക്സാമിനൊക്കെ പ്രിപ്പയർ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഒരു സെയിം സിലബസ് തന്നെയാണ് ഇതും ഫോളോ ചെയ്യുന്നത്. അപ്പോൾ അതിനൊക്കെ അപ്ലൈ ചെയ്തവർ ഇതിനെന്തായാലും അപ്ലൈ ചെയ്യാൻ ശ്രമിക്കുക. പിന്നെ അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇന്ത്യൻ നേവിയിൽ ഇവിടെ ഇതിൽ സെലക്ഷൻ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ക്യാൻറ്റീൻ കാർഡ് കിട്ടുന്നതായിരിക്കും. ആ ക്യാൻറ്റീൻ കാർഡ് നിങ്ങൾക്ക് സാധനങ്ങളൊക്കെ വാങ്ങാവുന്നതാണ്. ഗ്രോസറി സാധനങ്ങളെല്ലാം നിങ്ങൾക്ക് ആ ക്യാൻറ്റീൻ കാർഡ് വെച്ചിട്ട് നിങ്ങൾക്ക് വാങ്ങാവുന്നതാണ്. അപ്പോൾ അതൊക്കെ ഒരു ബെനിഫിറ്റാണ് ഇതിൽ ജോബ് കിട്ടിയാൽ. അപ്പോൾ ഇതിന് ഓൺലൈൻ ആപ്ലിക്കേഷൻ സ്റ്റാർട്ട് ആവുന്നത് ജൂലൈ 20, 2024 മുതലാണ് ഓൺലൈൻ ആപ്ലിക്കേഷൻ സ്റ്റാർട്ട് ആവുന്നത്. ആഗസ്റ്റ് 2 വരെ നിങ്ങൾക്ക് ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടാവുന്നതായിരിക്കും. joinindiannavy.gov.in ഇതാണ് വെബ്സൈറ്റ് വരിക. ഇതിൽ INCET 1/2024 ഇതാണ്. ഇതിലൂടെയാണ് നിങ്ങൾ അപ്ലൈ ചെയ്യേണ്ടത് ഓൺലൈനായിട്ട്. അപ്പോൾ ഓൺലൈൻ ആപ്ലിക്കേഷൻ സ്റ്റാർട്ട് ആകുന്നത് 20 ജൂലൈക്കാണ്. അപ്പോൾ അതിൻ്റെ ലിങ്കൊക്കെ ഞാൻ അന്ന് ജൂലൈ സ്റ്റാർട്ട് ആകുമ്പോൾ ഞാൻ തരാം. ഇപ്പോൾ അതിനുശേഷം മാത്രമേ സൈറ്റിലും വരികയുള്ളൂ. ജൂലൈ 20 ആകുമ്പോഴുള്ള അവരുടെ സൈറ്റിൽ ഈ ഒരു നോട്ടിഫിക്കേഷൻ വരുള്ളൂ. അപ്പോൾ നമുക്ക് കൂടുതൽ ഡീറ്റെയിൽസ് ഇതിൽ കിട്ടുന്നതായിരിക്കും. അപ്പോൾ അതിലൂടെ നിങ്ങൾക്ക് ഓൺലൈനായിട്ട് പെട്ടെന്ന് തന്നെ അപ്ലൈ ചെയ്യാവുന്നതാണ്. അപ്പം ഫിസിക്കൽ ടെസ്റ്റ് ഒന്നും ആവശ്യമില്ലാതെ തന്നെ നിങ്ങൾക്ക് ഡിഫൻസിൻ്റെ അണ്ടറിൽ ജോബ് സ്വന്തമാക്കാനുള്ള ഒരു അവസരമാണ്